രോഗബാധിതയായ ഭാര്യയെയും മാനസിക വെല്ലുവിളി നേരിടുന്ന മകനെയും അടച്ചുറപ്പുള്ള വീട്ടിൽ താമസിപ്പിക്കുന്നതിനായി ഗൃഹനാഥൻ പഞ്ചായത്ത് ഓഫീസ് മുതൽ മുഖ്യമന്ത്രിക്ക് വരെ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയുമില്ല. ഇടുക്കി ശാന്തൻപാറ പഞ്ചായത്തിലെ കല്ലിങ്കൽ മാത്യു വർഗീസാണ് ലൈഫ് പദ്ധതിയിൽ ഒരു വീട് ലഭിക്കാനായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുന്നത്. ശാന്തൻപാറ പുത്തുങ്കൽ മാത്യുവിന്റെ ഭാര്യ എൽസി 22 വർഷമായി അർബുദ രോഗബാധിതയാണ്. മകൻ അജേഷ് 70% മാനസിക വെല്ലുവിളി നേരിടുന്നയാളും. പ്രമേഹം, രക്തസമ്മർദ്ദം, അസ്ഥിസംബന്ധമായ രോഗങ്ങൾ എന്നിവ മൂലം ബുദ്ധിമുട്ടുന്ന മാത്യുവിന് കൂലിപ്പണിക്ക് പോകാനും കഴിയുന്നില്ല. ആകെയുള്ള 20 സെന്റ് സ്ഥലം പണയപ്പെടുത്തിയാണ് ഭാര്യയെ ചികിത്സിച്ചത്. മഴയായാൽ അടച്ചുറപ്പില്ലാത്ത വീടിന്റെ മേൽക്കൂര ചോർന്നൊലിക്കും. പരസഹായമില്ലാതെ പ്രാഥമിക കൃത്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാത്ത ഭാര്യയെയും മകനെയും കൊണ്ട് ഒരു മഴക്കാലം കൂടി ഈ വീട്ടിൽ കഴിയുന്നതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ മാത്യുവിന് ആശങ്കയാണ്. ലൈഫ് പദ്ധതിയിൽ വീടിനായി അപേക്ഷ നൽകിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. അടുത്തൊക്കെ നല്ല വാനും ജീപ്പും 1.5 ഏക്കർ സ്ഥലമുള്ള ആൾക്കൊക്കെ കൊടുത്ത് നിരപണി വാർത്ത് പണി തീരാറായി ബന്ധമുണ്ട്. ത്രിതല പഞ്ചായത്ത് ഓഫീസുകളിൽ പരാതി നൽകി മടുത്തപ്പോഴാണ് മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തത്. എന്നാൽ അവിടെയും നിരാശയായിരുന്നു ഫലം. അനർഹരായ നിരവധി പേർക്ക് ലൈഫ് പദ്ധതിയിൽ വീട് അനുവദിച്ചപ്പോഴും ജീവിക്കാൻ ഒരു മാർഗവുമില്ലാത്ത തന്നെയും കുടുംബത്തെയും അവഗണിച്ചു എന്നാണ് മാത്യുവിന്റെ പരാതി. അമൃത ന്യൂസ്, ഇടുക്കി.